കുറച്ച് നാളത്തെ ഇടവേളകൾക്ക് ശേഷം ടിനി ടോം പുതിയ നമ്പരുമായിട്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ബിലാൽ എന്ന് പറയുന്ന കഥാപാത്രമാണ് ഇത്തവണ പുള്ളി എയറിലാവാൻ കാരണം മമ്മൂട്ടിയെ അവതരിപ്പിച്ചതാണ്. നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. മുരുക പാർട്ടിക്കിടുക. എടാ ഇത് ഡാഡി ഗിരിജയല്ലയോ? നീ കാത്തത് എന്റെ അഭിമാന മിടുക്കൻ മിടുമിടുക്കൻ. പുള്ളി ബിലാലിനെയാണോ അവതരിപ്പിച്ചത് അതോ മറ്റേ പുലിമുരുകനകത്ത് ഡാഡി ഗിരിജയാണോ അവതരിപ്പിച്ചത്? ബിലാൽ എന്ന് പറയുന്ന കഥാപാത്രമാണ്. കോടതി എന്നല്ല അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നാണെങ്കിലും ഞാൻ പൊക്കിയിരിക്കുന്നു. നീയൊക്കെ വള്ളി ട്രൗസർ ഇട്ട അജന്തയിൽ ആദ്യ ഭാവം കണ്ടു കിടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീൻ വിട്ടതാണ്. പുഴയുടെ മിമിക്രി കേട്ടിട്ട് മൈക്ക് വരെ കൂടി തുടങ്ങിയിട്ടുണ്ട്. അവന്റെ പാപ്പയാ ദുബായിൽ നിന്ന് കാണാൻ വന്നത്. പണിയും കഴിഞ്ഞടുത്ത വിമാനത്തിൽ ദുബായിക്ക് പോകണം. അവിടുന്നും പോയി. ഇതിപ്പോൾ അവതരിപ്പിച്ച് പണ്ട് ഏഷ്യാൻ്റെ അകത്ത് കണ്ണാടി പ്രോഗ്രാം നടത്തിയ TN ഗോപകുമാർ ആയിട്ടുണ്ട്. കണ്ണാടിയുടെ മറ്റൊരു ലേഖത്തിലേക്ക് സ്വാഗതം. ആദ്യം ബിലാലിനെ അവതരിപ്പിച്ച് അത് ഡാഡി ഗിരിജിയായി. ഇപ്പൊ TN ഗോപകുമാറി വന്ന് നിൽക്കുക. ടിനി ടോം മേ ഈ വേണ്ടാത്ത പണിക്ക് ഇറങ്ങി പുറപ്പെട്ടത്. സിനിമയിൽ അഭിനയിച്ചാ പോരും. അപ്പോൾ കാണാം. ആദ്യമായിട്ടാ എന്റെ നാടകത്തിന്റെ അവസാനം കയ്യടി കിട്ടുന്നു. ദൈവമേ, കയ്യടിയോ? കയ്യടിച്ചത് പുള്ളിയുടെ എക്സ്പ്രഷൻ കണ്ടായിരുന്നോ? ജയറാമിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന എക്സ്പ്രഷനാണ് പുള്ളി ഇവിടെ ഇട്ട്. ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കിയേ. അപ്പോൾ കാണാം. ജയറാമേട്ടാ പോയി. നിങ്ങളുടെ സിഗ്നേച്ചർ സാധനം ആള് കൊണ്ടുപോയി. പുതിയ പടൻ രംഗത്ത് വന്ന് അതും അടിച്ചു മാറ്റി. ജയറാമേട്ടൻ്റെ കയ്യിൽ നിന്ന് അതും അടിച്ചു മാറ്റി. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതിൻ്റെ ഏറ്റവും അവസാനം കയ്യടി കിട്ടുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന സൗണ്ട് കേൾക്കാം. പക്ഷെ എന്നാലും കയ്യടി കിട്ടി ഈ സാധനത്തിന്. അത് സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ പരിപാടി നടന്നത് കരുനാഗപ്പള്ളി എൻ്റെ നാട്ടിലാണ്. ലോഡ്സ് എന്ന് പറയുന്നൊരു പബ്ലിക് സ്കൂളിൽ വെച്ചിട്ടാണ് ഈ പരിപാടി നടന്നത്. അത് മൊത്തമില്ല ഭീകരി പിള്ളേരാണ്. അവർക്ക് ബിലാൽ അതാരാ എന്നിട്ട് അടിഗിരിജി ആരാന്ന് അറിയത്തില്ലല്ലോ. പുള്ളി പറയുന്നു, പുള്ളി അവതരിപ്പിച്ചിട്ട് പോകുന്നു, പിള്ളേർ വന്ന് കയ്യടിക്കുന്നത്. അത് തന്നെ വലിയ കാര്യം. പിള്ളേർക്ക് എന്തെങ്കിലും കണ്ടാൽ മതിയല്ലോ. വലിയ നടൻ വന്നിട്ട് മിമിക്രി കാണിച്ചു അന്നേരം പിന്നെ കയ്യടിക്കണം. പിള്ളേർ ആ ഒരു ഓണത്തിൽ കയ്യടിച്ച. പക്ഷെ ട്രോളാകുമെന്ന് അണ്ണൻ വിചാരിച്ച് കാണത്തില്ല. ഇങ്ങനെ എന്ത് ചെയ്താലും ഇതാണല്ലോ അവസ്ഥ. എന്തോ ചെയ്യാനാന്ന് പറയാ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ. പൊന്നു മോനെ.